സുരേഷ് ഗോപിയെ നമ്മൾ മലയാളികൾക്ക് ആദ്യം പരിചയം എങ്ങനെയാണ്? ഒരു നടനായിട്ടാണ് അല്ലേ? നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു, മാസ് ഡയലോഗുകൾ പറയുന്നു, ഒരു നല്ല ഒന്നാന്തരം നടനായി. പക്ഷേ പിന്നീട് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. ആദ്യം BJPയുടെ ഒരു നോമിനേറ്റഡ് രാജ്യസഭാ MP ആകുന്നു. പിന്നെ അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് ലോക്സഭാ MP ആകുന്നു. ഒപ്പം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുമായി തുടരുകയാണ്. ഇപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രോ സുരേഷ് ഗോപിയെ കുറിച്ച് പറയാനുള്ള കാരണം തൃശ്ശൂരിന്റെ MP-യും കേന്ദ്ര സഹമന്ത്രിയും ഒക്കെ ആയതിനു ശേഷം സുരേഷ് ഗോപി നടത്തുന്ന ഓരോരോ പ്രതികരണങ്ങളാണ്. രാഷ്ട്രീയ സദസ്സുകളിൽ സഹായം ചോദിച്ചെത്തുന്നവരോട് ഒരു ബഹുമാനവുമില്ലാതെ പെരുമാറുന്ന സുരേഷ് ഗോപി, ഒരാൾക്കൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ കൈ അപ്പാടെ സാനിറ്റൈസ് ചെയ്യുന്ന MP, വിവാദങ്ങളിൽ മിണ്ടാട്ടമില്ലാത്ത MP, മാധ്യമങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുന്ന ഒരു MP, ജനങ്ങളെ പ്രജകളെന്ന് വിളിക്കുന്ന MP. ഞങ്ങളിതാ പറയുന്നു, ജനം പ്രജകളല്ല സർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, രാജവാഴ്ചക്കാലം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നും സുരേഷ് ഗോപിയുടെ പല പ്രതികരണങ്ങളും കേട്ടാൽ. അതിലൊരു 3 പ്രതികരണങ്ങൾ ഇപ്പോൾ കേൾക്കാം. ED പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്. നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക, ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ED പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എന്തോ 3 പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ഒന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ട് അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും ഇല്ല. അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട് കയറിട്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. വ്യക്തമാണ്. ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. രാജ്യസഭയിലിരിക്കുമ്പോൾ 6 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല. മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം വ്യക്തമായ കണക്കും, എങ്ങനെ ആ കാശ് വന്നു, ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം, എൻ്റെ രാജ്യം എനിക്ക് തന്ന ശമ്പളമെന്ന് പറഞ്ഞ് എൻ്റെ SBI അക്കൗണ്ടിൽ, പാർലമെന്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ പണമെടുത്ത് ഞാൻ കൊടുത്തത് അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നയ പൈസ ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടില്ല. സുജിത് ചന്ദ്രനുണ്ട് എനിക്കൊപ്പം ഈ വാർത്തയുടെ കൂടുതൽ വിശകലനങ്ങളുമായി. സുജിത്ത്, ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടുത്തെ രാജവാഴ്ചക്കാലമൊക്കെ പതിറ്റാണ്ടുകളായി അവസാനിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപിക്ക് ഇനിയും മനസ്സിലായില്ലേ എന്നൊരു ആശ്ചര്യം മാത്രമേ ഉള്ളൂ. നോക്കൂ, പ്രജകളുടെ കഞ്ഞിപ്പാത്രം, ഇതൊക്കെ എന്തൊരു മാനം കെട്ട പ്രതികരണമാണ്. ഇവിടെ പാവപ്പെട്ട മനുഷ്യരെ ദരിദ്രരായി ചിത്രീകരിക്കുകയല്ലേ? എന്താണ് ഈ സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്? BJPക്ക് തൃശ്ശൂർ എന്നല്ല, ഇനിയിപ്പോൾ ഒരിടത്തും ഒരു ജനപ്രതിനിധിയും ഉണ്ടാകരുത് എന്ന ചിന്തയാകുമോ സുരേഷ് ഗോപി ഒരുപക്ഷെ ഇങ്ങനെ നയിക്കുന്നത്? എന്താണ് മനസ്സിലാവുന്നത് സുജിത് ചന്ദ്രൻ? സേതു, ഇതാദ്യമായിട്ടല്ല ഇദ്ദേഹം പ്രജ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ സന്ദർശിച്ചതിന് ശേഷം ഇദ്ദേഹം പ്രജ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പ്രജ എന്ന വാക്ക് നിരോധിച്ച ഒരു വാക്കാണോ എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പ്രജാതന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറയുമ്പോൾ യശശരീരനായ VS അച്യുതാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് തന്നെ രാജഭരണം അവസാനിച്ചു. അതിനുശേഷം രാജഭരണമില്ല. 56-ൽ തിരുവിതാംകൂറും കൊച്ചി രാജ്യവും തമ്മിൽ ചേർന്നതിനു ശേഷം ഈ രാജഭരണം പരിപൂർണമായും അവസാനിപ്പിക്കാനുണ്ടായത്. അതിനുശേഷം ഈ 75-ൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രിവ്യൂ പേഴ്സ് എന്നറിയപ്പെടുന്ന രാജാക്കന്മാർക്ക് കൊടുക്കുന്ന പ്രത്യേക പണം സർക്കാർ കൊടുക്കുന്ന സംവിധാനവും നിർത്തി 93-ൽ
ഒടുവിൽ അതിനെതിരെ ഹൈക്കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഭരണഘടനാ ബെഞ്ച് അതും തള്ളി. എന്നിട്ടും ചില മനുഷ്യർ ഇപ്പോഴും കരുതുന്നത് ഇത് രാജഭരണ കാലമാണെന്ന് VS അന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ ഒരു ഫ്യൂഡൽ സാംസ്കാരിക മൂല്യബോധം ഉള്ളിലകമേ സൂക്ഷിക്കുന്നത് കൊണ്ടാകാം സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളെ പ്രജകളും എന്നും മറ്റും പറയുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് മണിപ്പൂർ നിരവധിയായ പ്രസ്താവന ഉണ്ടല്ലോ. മണിപ്പൂർ സമരം കത്തിക്കാളുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊക്കെ നോക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ ലോകത്തിൻ്റെ കാര്യക്കാർ ആണുങ്ങളാണ് എന്നും മറ്റുമുള്ള അദ്ദേഹം ഏറെ ചെയ്തിട്ടുള്ള ചില തമ്പുരാൻ വേഷങ്ങളിലും ഒക്കെ അദ്ദേഹം മുഴുകിക്കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്താൽ അവർക്ക് ഉന്നതി ഉണ്ടാകുമെന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായി മറ്റൊന്ന് വന്നിട്ടുണ്ട്. അതേപോലെ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അകമേ കിടക്കുന്ന ഈ ഒരു ബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് തന്നെ എന്നാണ് തോന്നുന്നത്. ഈ ഒരു വർണ്ണാശ്രമവും അതിൻ്റെ ഉപലബ്ധിയായിട്ടുള്ള നിരവധിയായിട്ടുള്ള മോശം കാര്യങ്ങളെയും ഏതാണ്ടൊരു ഒരു പ്രൈഡായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ കഥാപാത്ര അംശങ്ങളെ ആത്മാംശത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു ആൾ എന്നൊക്കെ തരത്തിലുള്ള വിമർശനം അദ്ദേഹത്തിനെതിരെ നിരന്തരമായി ഉന്നയിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗത്തിലും ഈ ഒരു പേശീബലം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൺബോധം, ആൺകോയ്മ, തമ്പുരാൻ ബോധം, ഇതൊക്കെ അദ്ദേഹം നിരന്തരമായി വിമർശിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. സാധാരണ ആളുകളോട് അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നു, ആ തരത്തിലൊക്കെ പറയുമ്പോഴും ഇത് തൊട്ടിപ്പിരിവല്ല, ഇത് കഞ്ഞിപ്പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കലാണ് എന്നൊക്കെ പറയുമ്പോൾ സേതു ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇത് ജനാധിപത്യമാണ്, ഇവിടെ പ്രജകളില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റൂ. ഇത് വെറുമൊരു ആഗ്രഹം മാത്രമായിട്ട് നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സുഹൃത്തെ. കാരണം ഇത് ആദ്യമായിട്ടല്ലല്ലോ, എത്ര പ്രശ്നങ്ങളുണ്ടായി, എത്ര സ്വന്തം പാർട്ടി തന്നെ അദ്ദേഹത്തെ തിരുത്താൻ പലവട്ടം ശ്രമിച്ചതാണ്. പക്ഷേ താൻ നന്നാവില്ല, താൻ ഇങ്ങനെയൊക്കെ പോകും, തന്നെ വേണമെങ്കിൽ കേട്ടോളൂ, ആ ഒരു മനോനിലയിലാണ് സുരേഷ് ഗോപി. പക്ഷേ ഒരിക്കൽ കൂടി നമ്മൾ ന്യൂസ് മലയാളം പറയുന്നു, ജനങ്ങൾ പ്രജകളല്ല സാർ, ഇവിടെ ആരും പിച്ചപ്പാത്രവും കൊണ്ട് നടക്കുന്നില്ല, ആർക്കും താങ്കളുടെ പിച്ചയും വേണ്ട.